Hi friends, once again welcome back to EduTutor. എക്സാം ആണെന്നറിയാം. എല്ലാവരും വളരെ തിരക്ക് പിടിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചിലപ്പോൾ നോക്കി കാണുന്നുണ്ടായിരിക്കുക. എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ കാണിച്ച് മാർക്ക് സ്കോർ ചെയ്യണം എന്നുള്ള ഒരു ചിന്തയിലാണ് ഇരിക്കുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഉപകാരപ്പെടും. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക. ഇതിൽ ബ്ലോക്ക് 2 നമുക്ക് 19 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. എന്നാൽ ഈ 19 ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്നാൽ ബ്ലോക്ക് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് പഠിക്കാം. ഓക്കെ, നിർബന്ധമായിട്ടും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ ചാപ്റ്റർ പഠിക്കാനായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നിർബന്ധമായിട്ടും ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ജസ്റ്റ് 3 മിനിറ്റേ ഉള്ളൂ. അതിലെല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ബ്ലോക്ക് 2 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലത്തെ നോട്ട്സ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നോട്ട്സിനെ ആസ്പദമാക്കിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലനേഷൻ നൽകുന്നത്. ഇതിൽ ഞാൻ പോയിൻറ്റ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ആ നോട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഉപകാരമായിരിക്കും. സെൻറ്റൻസ് വൈസ് നിങ്ങൾക്ക് എഴുതാനായിട്ട് ഉപകാരമായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ പോയിൻറ്റ്സ് നോട്ട് ചെയ്തതിന് ശേഷം ആ വീഡിയോ കണ്ട് മനസ്സിലാക്കുക. ഓക്കെ, എന്തായാലും മതി. ഈ ബ്ലോക്ക് 2 നമുക്ക് 6 യൂണിറ്റ്സ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് യൂണിറ്റിൽ 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് മൈൽ സ്റ്റോൺ ഇൻ ദ ഗ്രോത്ത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഗ്രോത്ത് ഓഫ് ദ ഏർലി ഇന്ത്യൻ ഇംഗ്ലീഷ് നോവൽ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ട്രിനിറ്റി ഓഫ് ആനന്ദ് നാരായണ ആൻഡ് റാവോ. അതുപോലെ തേർഡ് ക്വസ്റ്റ്യൻ മേജർ വിമൺ നോവലിസ്റ്റുകളാണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ രാജാറാവിനെ കുറിച്ച് മാത്രം ചോദിക്കുന്നുണ്ട്. ഫിഫ്ത്ത് ക്വസ്റ്റ്യനിൽ 1980 ശേഷമുള്ള ഇന്ത്യൻ ഇംഗ്ലീഷ് നോവൽ അതിനെക്കുറിച്ചും ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ട്രിനിറ്റിയിലോട്ട് പോകാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണത്. ഓക്കെ, assesses the contribution of the Trinity of Anand Narayan and Rao to the growth of the Indian English novel. ഓക്കെ, ട്രിനിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാം 3 ആൾക്കാർ അടങ്ങിയിട്ടുള്ളതാണ് ട്രിനിറ്റി. അതിൽ ആരൊക്കെയുള്ളത്? ആനന്ദ് ഉണ്ട്, നാരായൺ ഉണ്ട്, റാവോ ഉണ്ട്. അപ്പോൾ ഈ ട്രിനിറ്റിയിൽ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തെമാറ്റിക് സ്കോപ്പ്, ലിംഗ്വിസ്റ്റിക് ഇന്നൊവേഷൻ ആൻഡ് നരേറ്റീവ് ടെക്നിക്കുകളാണ് ഇവർ ഉപയോഗിച്ചിട്ടുള്ളത്. ആനന്ദിനെ കുറിച്ച് മാത്രം പറയുകയാണെങ്കിൽ അദ്ദേഹം ഇംഗ്ലീഷ് ലാംഗ്വേജ് ഹി കുഡ് ഗിവ് വോയിസ് ടു ദ മോസ്റ്റ് മാർജിനലൈസ്ഡ് സെക്ഷൻസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി. ഹിസ് വർക്ക്സ് അൺടച്ചബിൾ, കൂലി, 2 ലീവ്സ് ആൻഡ് എ ബഡ്. ആനന്ദ് മാർജിനലൈസ്ഡ് സെക്ഷൻസിനായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് സംസാരിച്ചിട്ടുള്ളതും എഴുതിയിട്ടുള്ളതും. പിന്നെ അദ്ദേഹത്തിൻ്റെ വർക്ക്സ് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ആനന്ദിനെ കുറിച്ചിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ആനന്ദിനെ കുറിച്ച് വരുന്നത്. അത് ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഞാൻ അത് പറഞ്ഞു തരാം കേട്ടോ. അത് നിർബന്ധമായിട്ടും പഠിക്കണം. അതുപോലെ രാജാറാവ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ക്യാരക്ടറാണ്. ഈ 3 ക്യാരക്ടേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അത് എക്സ്പ്ലനേഷൻ വരുന്നുണ്ട്. ഓക്കെ, ഇനി ഈ ഒരു പോർഷൻ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് പകുതി കഴിഞ്ഞു. കാരണം അവർ എന്താണ്, പിന്നെ അവരുടെ വർക്ക്സുകൾ ഇത്രയും തന്നെ കാണാപ്പാഠം പഠിക്കുക. നാരായൺ ഫോക്കസിങ് ഓൺ ദ ലൈവ്സ് ഓഫ് ഇന്ത്യൻ മിഡിൽ ക്ലാസ്. ഹിസ് ഫസ്റ്റ് നോവൽ സ്വാമി ആൻഡ് ഫ്രണ്ട്സ്. ലേറ്റർ വർക്ക്സ് ദ ഗൈഡ്, ദ വെൻഡർ ഓഫ് സ്വീറ്റ്സ്. ഓക്കെ, രാജാറാവുടെ മോസ്റ്റ് ഡയറിങ് ഇൻ ടേംസ് ഓഫ് നരേറ്റീവ് ടെക്നിക് ആൻഡ് ഫിലോസഫിക്കൽ ആംബിഷൻ. ഹിസ് വർക്ക്സ് കാന്താപുര 1938, The Serpent and the Rope, The Cat and Shakespeare. Okay. രാജാറാവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹി റിജക്ട്സ് ദി ഐഡിയ ഓഫ് റൈറ്റിംഗ് ലൈക്ക് ദി ഇംഗ്ലീഷ്. ഹി ചാലഞ്ചസ് ഇംഗ്ലീഷ് വിത്ത് ഇറ്റ്സ് പെർഫെക്ഷൻ സച്ച് എസ് റിതം, ടു ബെൻഡ് സിൻടാക്സ്, വൊക്കാബുലറി എക്സെട്ര. അദ്ദേഹം അദ്ദേഹം പറയുന്നത് നമ്മൾ ഫേസ് ചെയ്യുന്ന 3 പ്രോബ്ലംസ് ഇൻ ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ: ലിംഗ്വിസ്റ്റിക് ഒതൻറ്റിസിറ്റി, കൾച്ചറൽ ട്രാൻസ്ലേഷൻ, പ്രഷർ ഓഫ് നരേറ്റീവ് ഫോം. വിമൻ നോവലിസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 19th സെഞ്ച്വറിയിൽ തൊരുദത്ത്, അൺഫിനിഷ്ഡ് ഇംഗ്ലീഷ് നോവൽ ബിയാൻക ഓർ യങ് സ്പാനിഷ് മെയ്ഡൻ 1878, സത്യനാഥൻസ് കമല 1894 ആൻഡ് ദുഗുന 1895, നിഗംബാസ് രത്നബായി. ഓക്കെ, 20th സെഞ്ച്വറിയിൽ അറ്റ്ല ഹൊസലൻ, സൺലൈറ്റ് ഓൺ എ ബ്രോക്കൺ കോളം 1961, അനിത ദേശായ്, ക്രൈ ദ പീകോക്ക് 1963, ക്ലിയർ ലൈറ്റ് ഓഫ് ഡേ 1980, സാഷി ദേശ്പാണ്ഡെ, ദ ഡാർക്ക് ഹോൾസ് നോ ടെറേഴ്സ് 1980, ദാറ്റ് ലോങ് സൈലൻസ് 1988, ഗീത ഹരിഹരൻസ് ദ തൗസൻഡ്സ് ഫേസ് ഓഫ് നൈറ്റ് 1992,
Arundhati Roy's The God of Small Things, 1997. Manju Kapoor's Difficult Daughters, 1998. Novel after 1980, the watershed moment of 1980 reshaped the Indian English novel. 1981, Salman Rushdie, Midnight's Children. Ghosh, The Shadow of Lions, 1988. The Glass of Palace, 2000. The Calcutta Chromosome, 1996. Roy, The God of Small Things, 1997. Deshpande's That Long Silence, 1988. The Thousand Faces of Night, 1992. Trinity ആനന്ദ് നാരായൺ റാവോ. ഈ 3 പേരുടെയും ആ കാലഘട്ടത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സുകൾ ഉണ്ട് എന്നാണ് ഇതിൽ ഞാൻ കാണിച്ചിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി അത് പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ വർക്ക്സുകൾ നിങ്ങളതിൽ കൂട്ടിച്ചേർത്ത് എഴുതിയാൽ മതി. ഇപ്പം ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളെക്കാട്ടിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനിലേക്കാണ് നമ്മൾ ഇനി വരുന്നത്. മൽക്രാജ് ആനന്ദ്. എനിക്ക് തോന്നുന്നു 100% വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണിത്. ഇത് നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ഹി വാസ് ബോൺ ഇൻ 1905 ഇൻ Peshawar to a Kshatriya family. He grew up hearing his mother's folk tales and his father's artisan's discipline. Graduated in Khalsa College, he won a scholarship to London, where he earned PhD in philosophy and began writing for T.S. Eliot's The Criterion, rubbing shoulders with the Bloomsbury Group, Forster, D.H. Lawrence and Herbert read and learned modernist techniques. His works Untouchable, 1935, Coolie, 1936, Two Leaves and a Bud, 1937. Personal tragedy also propelled his commitment. Suicide of an aunt who was ostracized for sharing meal with a Muslim woman. It was a cruel caste system of India. His mother's storytelling, father's work ethic, all this helped Anand into the father of Indian English literature. മൽക്രാജ് ആനന്ദ് 1905 ജനിച്ചത്. അദ്ദേഹം ഒരു ക്ഷത്രിയ ഫാമിലിയിൽ ആണ് ജനിച്ചു വളർന്നത്. അദ്ദേഹത്തിൻ്റെ അമ്മ എപ്പോഴും അദ്ദേഹത്തിനോട് പണ്ട് കാലത്ത് നടന്നിരുന്ന സൊസൈറ്റിയിൽ നടന്നിരുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഒരു കഥകളുടെ രൂപത്തിൽ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അച്ഛനാണെങ്കിലും വളരെ ഡിസിപ്ലിനറായിട്ടുള്ള ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു സിസ്റ്റത്തിലൊക്കെ ആയിരുന്നു അദ്ദേഹം വളർത്തിക്കൊണ്ട് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇദ്ദേഹം പഠിച്ചത് ഖാൽസ കോളേജിലാണ്. അതിനുശേഷം അവിടെ നിന്ന് തന്നെ അദ്ദേഹത്തിന് സ്കോളർഷിപ്പ് കിട്ടി. ലണ്ടനിലോട്ട് അദ്ദേഹം പോകുന്നുണ്ട്. അവിടെ PhD പഠിച്ചു. ഫിലോസഫിയാണ് പഠിച്ചത്. അങ്ങനെ അദ്ദേഹം T.S. Eliotസിന് വേണ്ടിയിട്ട് ക്രൈറ്റീരിയൻ എന്നുള്ള ഒരു വർക്കിന് അദ്ദേഹം എഴുതാൻ തുടങ്ങി. അതേസമയം അദ്ദേഹം ബ്ലൂംസ്ബറി ഗ്രൂപ്പായിട്ടുള്ള ഫോർസ്റ്റർ, D.H. ലോറൻസ്, ഹെർബർട്ട് ഇവരാരും ഇന്ത്യൻസ് അല്ല. അപ്പോൾ അതുകൊണ്ടാണ് അവരുമായിട്ട് ഒരു റബ്ബിംഗ് ഷോൾഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഫേസ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വർക്ക്സുകൾ ചെയ്യാൻ തുടങ്ങിയതും അവരിൽ നിന്നും അദ്ദേഹം കുറേ പഠിക്കുകയും ചെയ്തു. മീൻസ് മോഡേണിസ്റ്റ് ടെക്നിക്സുകൾ അദ്ദേഹം ഗ്രാസ്പ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം എഴുതിയ വർക്കുകളാണ് അൺടച്ചബിൾ, കൂലി, ടു ലീവ്സ് ആൻഡ് ബഡ്. ഇതിൽ അൺടച്ചബിൾ എന്ന് പറയുന്ന വർക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെക്കുറിച്ച് നമ്മളിനി ഒരു ചാപ്റ്റർ തന്നെ പഠിക്കാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫിൽ വന്നിട്ടുള്ള കുറേ ട്രാജഡീസും അദ്ദേഹത്തെ ഒരു ഫാദർ ഓഫ് ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നുള്ള ആ ഒരു പദവിയിലേക്ക് എത്തിച്ചേരാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. അതിലെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ഒരു സൂയിസൈഡ് ഓഫ് എൻ ആൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആൻറ്റി ഈ മൽക്രാജ് ആനന്ദിൻ്റെ സമയത്ത് ഒരു മുസ്ലിം സ്ത്രീയുമായിട്ട് ഭക്ഷണം ഷെയർ ചെയ്തതിൻ്റെ പേരിൽ സൊസൈറ്റിയിൽ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ സൂയിസൈഡ് ചെയ്യുകയാണ് പിന്നീട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സംഭവം വളരെ ക്രൂവലായിട്ട് നമ്മുടെ സമൂഹത്തിലുള്ള ആ കൾച്ചറിനെയാണ് കാണിക്കുന്നത്. അതുപോലെ അമ്മയുടെ കുറേ സമൂഹത്തിൽ നടന്നുകൊണ്ടിരുന്ന അന്നത്തെ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെല്ലാം ആ സാഹചര്യത്തിൽ വളർന്നു വരുന്ന ആനന്ദ് പിന്നീട് ഫാദർ ഓഫ് ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആവുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആനന്ദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു അൺടച്ചബിൾ എന്നുള്ള വർക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഹി റൈറ്റ്സ് ഇൻ 3 days ആൻഡ് ലേറ്റർ റീഷേപ്ഡ് ആഫ്റ്റർ 3 months സ്റ്റേ അറ്റ് സബർമതി ആശ്രം അണ്ടർ ഗാന്ധിസ് ഗൈഡൻസ്.
novels, short stories, essays, etc. International Peace Prize, the Padma Bhushan and Sahitya Academy for Morning Face, founding member of the Progressive Writers Association, Trinity. His works were translated into more than 36 languages. അപ്പോൾ ഇദ്ദേഹം 3 ദിവസത്തിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് വെച്ചാൽ രാവും പകലും ഇരുന്നു എന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും. അതിന് എല്ലാ ഊർജ്ജവും എടുത്തുകൊണ്ട് എഴുതിയിട്ടുള്ള ഒരു വർക്കാണ് അൺടച്ചബിൾ. അതിനുശേഷം അദ്ദേഹം ഗാന്ധിജിയുമായി സബർമതിയിൽ ആശ്രമത്തിൽ കണ്ടുമുട്ടിയിട്ട് ആ വർക്ക് പിന്നെ ആദ്യം ഒന്ന് റീബിൽഡ് ചെയ്യുന്നുണ്ട്, അതിനുശേഷം റീറൈറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ അദ്ദേഹം ധാരാളം നോവൽസ്, ഷോർട്ട് സ്റ്റോറീസ്, എസ്സേസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ഞാൻ എല്ലാം ഒന്നുകൂടെ മെൻഷൻ ചെയ്തിട്ടില്ല കേട്ടോ. ഇനി വരുന്ന ചാപ്റ്ററിൽ അൺടച്ചബിളിനെ കുറിച്ച് പഠിക്കുമ്പോൾ അവിടെയും നമുക്കിത് കൂടുതലായിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, പിന്നെ അദ്ദേഹത്തിന് ഇൻ്റർനാഷണൽ പീസ് പ്രൈസ്, പത്മഭൂഷൺ, സാഹിത്യ അക്കാദമി, മോർണിംഗ് ഫേസ് എന്ന് പറഞ്ഞൊരു വർക്കിനാണ് സാഹിത്യ അക്കാദമി കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ദ പ്രോഗ്രസീവ് റൈറ്റേഴ്സ് ഓഫ് അസോസിയേഷൻ എന്നുള്ള ഒരു സംഘടനയിൽ അദ്ദേഹം ഫൗണ്ടിങ് മെമ്പറാണ്. ട്രിനിറ്റി അറിയാം, നമ്മൾ ഓൾറെഡി നേരത്തെ പഠിച്ചു. ഈ 3 ആൾക്കാരും കൂടിയിട്ടുള്ളതാണ് ട്രിനിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിലൊരു അംഗമാണ് ഇദ്ദേഹം. ഹിസ് വർക്ക്സ് അദ്ദേഹത്തിൻ്റെ വർക്കുകൾ 36 ലാംഗ്വേജസിൽ അധികം ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി തേർഡ് ചാപ്റ്റർ അല്ലെങ്കിൽ തേർഡ് യൂണിറ്റിലേക്ക് പോകുമ്പോൾ അവിടെ 4 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുക. ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ മെയിനായിട്ട് അൺടച്ചബിൾ എന്നുള്ള വർക്കിനെ കുറിച്ചാണ് ഈ 4 ക്വസ്റ്റ്യൻസിലും കാണാൻ സാധിക്കുന്നത്. മൽക്കരാജ് ആനന്ദയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർക്കാണ് അൺടച്ചബിൾ എന്നുള്ള വർക്ക്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ മുന്നേ കണ്ടു എങ്കിലും ഞാൻ ബ്രീഫായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഈ അൺടച്ചബിൾ എന്ന വർക്കിനെ കുറിച്ചൊന്ന് പറഞ്ഞു തരാം. അതിനുശേഷം നമുക്ക് വായിക്കാം. ഈ വർക്ക് അദ്ദേഹം എഴുതുന്നത് ഒരു 3 ദിവസം, 3 ദിവസം കൊണ്ടാണ് അത് എഴുതി തീർക്കുന്നത്. അതിന് കാരണമുണ്ട്. അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസുകളിൽ കൂടെ അദ്ദേഹം കടന്നു പോകുമ്പോഴാണ് അത് അദ്ദേഹത്തിന് ഫീലായിട്ട് അദ്ദേഹം അത് എഴുതുന്നത്. ഇത് എഴുതിയതിന് ശേഷം അദ്ദേഹം സബർമതി ആശ്രമത്തിൽ പോവുകയും ഗാന്ധിജിയെ മീറ്റ് ചെയ്യുകയും, അപ്പോൾ അങ്ങനെ ഗാന്ധിജിയുടെ അഭിപ്രായ പ്രകാരം ആ വർക്ക് 250 പേജോളമുള്ള വർക്ക് 150 പേജുകളിലേക്ക് ആക്കി മാറ്റി, അത്രയും ഷോർട്ടാക്കി വളരെ എന്താ പറയുക ടച്ചബിൾ ആയിട്ടുള്ള ടച്ചിങ് സീനുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ്. ഓക്കെ, ഈ വർക്ക് ആരെ കുറിച്ചിട്ടാണെങ്കിൽ അതിൽ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് ബക്ക എന്നുള്ള ഒരു വ്യക്തിയാണ്. ബക്ക പറയുന്ന വ്യക്തി അദ്ദേഹം ഓപ്പണിംഗ് സീനിൽ തന്നെ കാണിക്കുന്നത് പകുതി കണ്ണുകളൊക്കെ തുറന്ന് ഒരു എന്താ പറയുക മണ്ണ് കൊണ്ട് പണിതിട്ടുള്ള ഒരു വീടിനകത്തൊക്കെ അദ്ദേഹം ഇരിക്കുന്നതും, അദ്ദേഹത്തിന് ഒരു ഗ്രീസി ആയിട്ടുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നരച്ച് അഴുക്കൊക്കെ പിടിച്ചിട്ടുള്ള ഒരു ബ്ലാങ്കറ്റ് കൊണ്ട് അദ്ദേഹത്തിനെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യമാണ് അദ്ദേഹത്തിനെ കാണുമ്പോൾ. അതിനുശേഷം പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹം കാസ്റ്റ് വൈസിൽ വളരെ ലോ കാസ്റ്റാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അനുഭവിക്കുന്ന കുറേ ബുദ്ധിമുട്ടുകളാണ് ഇതിൽ കാണിച്ചിരിക്കുന്ന മെയിനായിട്ടുള്ള ഒരു തീം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈറാർക്കി ലെവലാണ്. വലിയ ജാതി, ചെറിയ ജാതി, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഹൈ കാസ്റ്റ്, ലോ കാസ്റ്റ്, അങ്ങനെയുള്ള കാസ്റ്റ് ലെവലിലുള്ള ഡിഫറൻസസ് ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ എക്കണോമിക് വൈസിലും ഈ ഇദ്ദേഹം ബക്ക വളരെ പോവേർട്ടി അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. അവിടെ അതേസമയം കുറേ അധികം സാമ്പത്തികമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിനിടയിൽ ബ്രിട്ടീഷുകാരുടെ ഇടപെടലുകളും കൂടിയും ഉണ്ട്. അപ്പോൾ ഇത് എല്ലാം ചേർത്തിട്ടാണ് അൺടച്ചബിൾ എന്നുള്ളൊരു വർക്ക്. എക്സാമിന് 100% ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണിത്. അതുകൊണ്ട് തന്നെയാണ് ഞാനിതൊന്ന് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി ഞാൻ ഇത് വായിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. അൺടച്ചബിൾ. Malkraj Anand's Untouchable is a story telling with the modernist techniques borrowed from the West. It's Anand's landmark novel, a single day in the life of Bakka, a young sweeper caste hierarchies. Opening scene where Bakka lies half awake in a cramped mud house, covered by a worn-out greasy blanket. The description of the 3 rows of public latrines that Bakka must clean, the cramp in his back after hours of bending, and the dirty grease blanket, allowing reader to feel the physicality of Bakka's labor and the social humiliation he endures.
ഇവിടെ ആ ഫസ്റ്റ് ലൈൻ ഉണ്ടല്ലോ, മൽക്രാജ് ആനന്ദ്സ് അൺടച്ചബിൾ ഈസ് എ സ്റ്റോറി ടെല്ലിംഗ് വിത്ത് മോഡേണിസ്റ്റ് ടെക്നിക്സ് ബോറോഡ് ഫ്രം ദ വെസ്റ്റ്. ആ ഒരു പോർഷൻ അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ആദ്യം ഗാന്ധിജിയെ മീറ്റ് ചെയ്യുന്നതിന് മുൻപ് അദ്ദേഹം എഴുതിയിട്ടുള്ള ആ ഒരു മോഡലാണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം വെസ്റ്റ് സൈഡിൽ നിന്നും ബോറോ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ആ ഒരു മെത്തേഡിലാണ് അദ്ദേഹം എഴുതിയത്. അത് പക്ഷേ ഹാർട്ട് ടച്ചിങ് അല്ലായിരുന്നു. ഓക്കെ, പിന്നെ പറയുന്നുണ്ട് ഇവിടെ കുറച്ച് വാക്കുകൾ നമുക്ക് ഉപയോഗിക്കുന്നുണ്ട്. 3 rows of public latrines that he must clean. അത് കുറച്ച് ഡിസ്ക്രിപ്ഷൻസുകളാണ് ഈ പാഠത്തിൽ കൊടുത്തിട്ടുള്ള കുറച്ച് ഡിസ്ക്രിപ്ഷൻ വേർഡ്സുകളാണ്. ആ വേർഡ്സുകൾ നിങ്ങൾ മസ്റ്റായിട്ടും എക്സാമിന് എഴുതണം. ഓക്കെ, പിന്നെ ദ ക്രാമ്പ് ഇൻ ഹിസ് ബാക്ക്, അതെന്താണെന്ന് വെച്ചാൽ അദ്ദേഹം കുമ്പിട്ട് നിന്ന് കുറേ നേരം പണിതതിന് ശേഷം വന്നിട്ടുള്ള ക്രാംസ് ആണ്, അദ്ദേഹത്തിൻ്റെ പുറത്ത് വന്നിട്ടുള്ള ക്രാംസ്. അതൊക്കെയാണ് അതിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഗ്രീസ് ബ്ലാങ്കറ്റ്, ഇതൊക്കെ എന്തിനാ അങ്ങനത്തെ വാക്കുകളൊക്കെ ഇദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബക്കയുടെ ലേബറിനെ കുറിച്ചും സോഷ്യൽ ഹ്യൂമിലിയേഷൻ അദ്ദേഹം അനുഭവിച്ചതിനെ കുറിച്ചും ഫിസിക്കാലിറ്റിനെ കുറിച്ചിട്ടൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ഈ ഒരു നോവൽ എഴുതുമ്പോൾ അദ്ദേഹം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. When Bakka is slapped by a Hindu merchant for accidentally touching him, the crowd's reaction and the records the merchant's words, "Dirty dog, son of a bitch," it reflects the caste oppression, psychological damage inflicted by such social structures. Bakka imagines himself like a sahib with a sola topi, hockey stick, and the respect of the British soldiers he admires, but Bakka finds himself in reality on a railway platform surrounded by goods of all kinds. Bakka is simultaneously an individual, strong, intelligent, and dignified, and represents millions of untouchables. The novel's episodic structure is both its strength and its limitation. On the one hand, the humiliation faced by untouchables. On the other hand, inescapable nature of Bakka's world. ബക്ക അറിയാതെ ഒരു ഹിന്ദു മേർച്ചൻറ്റിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഹൈറാർക്കി ലെവലിൽ ഹൈ കാസ്റ്റിൽ പെട്ട ഒരു വ്യക്തിയെ അദ്ദേഹം ഒന്ന് ടച്ച് ചെയ്യുന്നതിന് അദ്ദേഹത്തെ വളരെ മോശമായിട്ടാണ് ആ ഒരു ഹിന്ദു മേർച്ചൻറ്റ് പെരുമാറുന്നത്. അദ്ദേഹത്തെ സ്ലാപ്പ് അടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ മോശമായിട്ട് അദ്ദേഹത്തിനെ ഡേർട്ടി ഡോഗ് എന്നും സൺ ഓഫ് ബിച്ച് എന്നൊക്കെ പറഞ്ഞ് ഇൻസൾട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഇൻസൾട്ട് ചെയ്യുന്നതിൽ മാത്രമല്ല ഇവിടെ ഈ എഴുത്തുകാരൻ പ്രാധാന്യം നൽകുന്നത് വെച്ചാൽ എടുത്തു കാണിക്കുന്നത്, മറിച്ച് അതിനോടൊപ്പം തന്നെ അവിടെ കണ്ടു നിൽക്കുന്ന ഒരു കൂട്ടം ജനമുണ്ട്. ഒരാൾ പോലും അതിനോട് ഒരു എതിരഭിപ്രായം കാണിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് ആ മേർച്ചൻറ്റിനെയാണ് ഇവിടെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇദ്ദേഹത്തെ കളിയാക്കുന്നതൊക്കെ. അപ്പോൾ അതെന്താ ഇവിടെ കാണിക്കുന്നത് വെച്ചാൽ കാസ്റ്റിലുള്ള ഡിഫറൻസ് ആണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കാസ്റ്റ് ഹൈറാർക്കി മുഖേന മനുഷ്യന്മാരുടെയൊക്കെ എന്താ സൈക്കോളജിക്കലി മൈൻഡൊക്കെ ഇങ്ങനെ കട്ടായി കിടക്കുന്ന രീതിക്കാണെങ്കിൽ സൈക്കോളജിക്കലി വളരെയധികം മറ്റുള്ളവരെ ഡാമേജ് ചെയ്യിക്കുന്ന രീതിയാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ബക്ക അദ്ദേഹത്തിനെ കുറിച്ച് അദ്ദേഹം തന്നെ ഒരു ഡ്രീം നടത്തുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം വിചാരിക്കുകയാണ് അദ്ദേഹത്തിന് ഒരു സാഹിബായിട്ടൊക്കെ കാണുക. സാഹിബ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, കുറച്ചുകൂടി വലിയ ഒരു മനുഷ്യനായിട്ട് അദ്ദേഹം കാണുന്നുണ്ട്. അതുപോലെ ബ്രിട്ടീഷുകാരൊക്കെ സോള തൊപ്പിയൊക്കെ വെച്ച് പിന്നെ ഒരു ഹോക്കി സ്റ്റിക്കൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ ബ്രിട്ടീഷ് സോൾജേഴ്സ് അദ്ദേഹത്തിനെ റെസ്പെക്റ്റ് ചെയ്യുന്നതും അത് അദ്ദേഹം അഡ്മയർ ചെയ്യുന്നതും ഇങ്ങനെയൊക്കെ അദ്ദേഹം വെറുതെ ഇങ്ങനെ സ്വപ്നങ്ങൾ കാണുകയാണ്. പക്ഷേ അദ്ദേഹം ആ സ്വപ്നത്തിൽ നിന്നും ഉണരുമ്പോൾ കാണുന്ന കാഴ്ച എന്താണ്? അദ്ദേഹം ഇപ്പോഴും റെയിൽവേ പ്ലാറ്റ്ഫോമിൽ മറ്റുള്ള കുറേ അധികം വസ്തുക്കളുടെ ഇടയിൽ ഗൂഡ്സിന് ഇടയിൽ അദ്ദേഹം നിൽക്കുന്ന ഒരു ദയനീയമായിട്ടുള്ള അവസ്ഥയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുക. എന്നിരുന്നാലും ബക്ക എന്ന് പറയുന്ന വ്യക്തി വളരെയധികം സ്ട്രോങ് ആണ്, ബുദ്ധിമാനാണ്, അതുപോലെ ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അദ്ദേഹത്തിനുള്ളത്. അതുമാത്രമല്ല അദ്ദേഹം റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആരെയാണ്? അൺടച്ചബിൾ ആയിട്ടുള്ള മില്യൺസ് ഓഫ് ജനങ്ങളെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് ബക്കയുടേത്.
ഇവിടെ രണ്ട് തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓൺ വൺ ഹാൻഡ് ഹ്യൂമിലിയേഷൻ ഫേസ്ഡ് ബൈ അൺടച്ചബിൾസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹ്യൂമിലിയേഷൻ, അതേസമയം ഒരു എന്താ പറയുക, ഓൺ ദി അതർ ഹാൻഡ് ഇൻഎസ്കേപ്പബിൾ നേച്ചർ ഓഫ് ബക്കയ്ക്ക് അദ്ദേഹത്തിൻ്റെ വേൾഡിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ആ ചുറ്റുപാടുകളിൽ നിന്നും എസ്കേപ്പ് ചെയ്യാൻ സാധിക്കാത്ത ഒരു അവസ്ഥയും കൂടി ഇതിൽ ചിത്രീകരിക്കുന്നുണ്ട്. Anand also embeds symbolic images, monkeys, a broken railway engine, a solid topi to suggest the character's aspiration and limitations, Aristotelian unities of time, place and actions, a constraint that Anand adopted almost unconsciously after Mahatma Gandhi's advice to prune the manuscript from 250 to 150 pages. The novel's language was high-sounding words and melodramatic contrasts, ending with the three proposed solutions: conversion to Christianity, Gandhi's moral appeal, and introduction of the flesh system. ആനന്ദ് ഉപയോഗിച്ചിരിക്കുന്ന കുറച്ച് സിംബോളിക് ഇമേജസുകളാണ് മങ്കി, അതുപോലെ തന്നെ റെയിൽവേ എൻജിൻ്റെ ബ്രോക്കൺ ആയിട്ടുള്ള റെയിൽവേ എൻജിൻ, പിന്നെ സോളിഡ് തൊപ്പി. ഇതൊക്കെയാണ് അദ്ദേഹം ഇതിൽ സജസ്റ്റ് ചെയ്തിട്ടുള്ള കുറച്ച് സിംബോളിക് ഇമേജസ്. അതുപോലെ ഞാൻ ഓൾറെഡി പറഞ്ഞു, ആനന്ദ് ഈ ഒരു നോവൽ ആദ്യം എഴുതിയത് വെസ്റ്റേൺ സൈഡിൻ്റെ ഒരു എന്താ പറയുക, അവരിൽ നിന്നുള്ളൊരു കോപ്പി എന്നൊക്കെ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മാതൃക അദ്ദേഹം നേടിയെടുത്തിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചിട്ടുണ്ട്, ഇതിൽ ഹൈ സൗണ്ടിങ് വേർഡ്സും മെലോ ഡ്രാമാറ്റിക് കോൺസ്റ്റൻസ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതിന് ശേഷം 250 എന്നുള്ളത് 150 പേജസിലോട്ട് ഗാന്ധിജിയുടെ അഡ്വൈസ് പ്രകാരം ഇത് പ്രൂൺ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ അങ്ങനെ പ്രൂൺ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ടൈം, പ്ലേസ്, ആക്ഷൻ എല്ലാം തന്നെ അരിസ്റ്റോട്ടേലിയൻ്റെ ഒരു ടോണിലേക്ക് വന്ന് ചേർന്നിട്ടുണ്ടെന്നുള്ളത് കൂടി ഒരു എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. ഈ ഒരു നോവൽ എൻഡ് ചെയ്യുന്നത് 3 സൊല്യൂഷൻസ് നമ്മൾക്ക് ഓഫർ ചെയ്തുകൊണ്ടാണ്, റീഡേഴ്സിന് ഓഫർ ചെയ്തുകൊണ്ടാണ്. ഒന്ന്, കൺവേർഷൻ ടു ക്രിസ്ത്യാനിറ്റി, ഗാന്ധീസ് മോറൽ അപ്പീൽ, അതുപോലെ തന്നെ ഇൻട്രൊഡക്ഷൻ ഓഫ് ദ ഫ്ലഷ് സിസ്റ്റം. യൂണിറ്റ് 4, അതിൽ 4 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരുന്നത്. എല്ലാത്തിലും റൈറ്റ് ഡീറ്റെയിൽ നോട്ട് ഓൺ ദ സോഷ്യൽ പിക്ചർ ഓഫ് കൊളോണിയൽ ഇന്ത്യ ദാറ്റ് എമർജസ് ഫ്രം ദ നോവൽ. Write a short note on Gandhi's views on untouchability in the novel. Comment on M.R. Anand's criticism of Hinduism with regard to the practice of untouchability. Does the novel provide a viable solution to the eradication of untouchability? Discuss. ഇതിലെല്ലാ ക്വസ്റ്റ്യനും നമുക്ക് ആൻസർ ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അതിലൊരു ക്വസ്റ്റ്യൻ മാത്രമാണ് ഇപ്പോൾ നമുക്ക് നോക്കാനുള്ളത്. 2 ക്വസ്റ്റ്യൻസ് കേട്ടോ. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, സോഷ്യൽ പിക്ചർ ഓഫ് കൊളോണിയൽ ഇന്ത്യ, ബ്രിട്ടീഷുകാരുടെ ഒരു സമീപനമുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം നമുക്ക് പഠിക്കണം. അതിനുശേഷം ഇനി അടുത്തൊരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് പഠിക്കാനുള്ളത് ഗാന്ധിയുടെ വ്യൂ ഓൺ അൺടച്ചബിലിറ്റി ഇൻ ദ നോവൽ. ആ ഒരു ഭാഗം കൂടി നമുക്ക് പഠിക്കാനുള്ളൂ ഈ ഒരു ബ്ലോക്കിൽ. ഓക്കെ. ദ പ്രസൻസ് ഓഫ് ദ ബ്രിട്ടീഷ് ആഡ്സ് അനദർ ഡയമെൻഷൻ ടു ദ സോഷ്യൽ ലാൻഡ്സ്കേപ്പ്. സ്ലീപ്പിംഗ് ഓൺ ക്യാൻവാസ് ബെഡ്സ്, drinking tea from tin mugs, smoking cigarettes highlight the allure of the colonizers' material culture. The British presence is felt most directly through characters such as Havildar Charat Singh, a native soldier, and Colonel Hutchinson of the Salvation Army, whose attempts to convert, touching a caste Hindu being forced to chant "Posh posh sweeper coming" and being denied entry to the temple shows the social disorder. Yet the novel also hints at alternative possibilities. The Muslim Tonga Wala who offers sympathy, the Christian missionaries who promise equality, and Gandhi's public speech that calls untouchability the greatest blot on Hinduism. The novel shows a nation fragmented by caste, religion and class. ബ്രിട്ടീഷേഴ്സിൻ്റെ ഒരു വരവ് അല്ലെങ്കിൽ ബ്രിട്ടീഷേഴ്സിൻ്റെ ആ കൊളോണിയൽ ഇര എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ ഒരു നോവൽ വായിച്ചു കാണുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു ടൈം പീരിയഡിൽ അതിന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവരുടെ പ്രസൻസ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്ലീപ്പിംഗ് ഓൺ ക്യാൻവാസ് ബെഡ്സ്,
ഡ്രിങ്കിങ് ടീ ഫ്രം ടിൻ മഗ്സ്, അതുപോലെ സ്മോക്കിംഗ് സിഗരറ്റ്സ്, ഈ വേർഷൻസുകളാണ്. ഓക്കെ, അതുപോലെ തന്നെ ഒന്ന് രണ്ട് പേരുകൾ നമുക്ക് പഠിക്കാനുള്ളത്, ഒരു നേറ്റീവ് സോൾജിയർ ഹവിൽദാർ ചരത് സിംഗ്, അതുപോലെ തന്നെ കൊളോണിയൽ ഹജിൻസൺ, അദ്ദേഹം ഒരു സാൽവേഷൻ ആർമിയാണ്. അദ്ദേഹം കൺവേർഷൻ ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹത്തിന് ഇവിടെ നമുക്ക് ചിത്രീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ബ്രിട്ടീഷേഴ്സുള്ള ആ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് ബക്ക അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള കുറച്ച് എന്നുവെച്ചാൽ സോഷ്യൽ ഡിസോർഡറിനെയാണ് അവിടെ കാണിക്കുന്നത്. ബക്ക ആ മെർച്ചൻറ്റിനെ അറിയാതെ തൊടുകയും അദ്ദേഹത്തിന് സ്ലാപ്പ് കിട്ടിയും അത് മുഖേന തന്നെ അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്ന ഒത്തിരി നാണക്കേടുകൾ, പോഷ് സ്വീപ്പർ കമ്മിങ് എന്നുള്ള വേർഷനൊക്കെ അവിടെ ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ അദ്ദേഹത്തിന് തരം താഴ്ത്താനായിട്ട് ഉപയോഗിച്ചിരുന്ന വാക്കുകളാണ്, സെൻറ്റൻസുകളാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഹിന്ദു എന്താ പറയുക ടെമ്പിൾസിലൊന്നും അനുവദിച്ചിരുന്നില്ല. അത് അദ്ദേഹത്തിന് മാത്രമല്ല, അൺടച്ചബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാരായിട്ടുള്ള എല്ലാവരെയും തന്നെ അങ്ങനെ വിലക്കിയിട്ടുണ്ടായിരുന്നു. ഇതേ സമയം ഒരു പോസിബിലിറ്റി അല്ലെങ്കിൽ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു മുസ്ലിം ടോങ്കവാല അദ്ദേഹം ഒരു സിമ്പതി ഓഫർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ക്രിസ്ത്യൻ മിഷണറീസിന്റെ ഇടപെടലുകൾ, അവർ ഇക്വാലിറ്റിക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്നു. അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഗാന്ധിജിയുടെ അന്നത്തെ പബ്ലിക് സ്പീച്ച്. അത് അൺടച്ചബിലിറ്റി ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹം സംസാരിച്ചിരുന്നത്, അവർക്ക് വേണ്ടിയാണ് സംസാരിച്ചത്. അതുപോലെ ദ നോവൽ ഷോസ് എ നേറ്റീവ് ഫ്രാഗ്മെന്റേഷൻ ബൈ കാസ്റ്റ്, റിലീജിയൻ ആൻഡ് ക്ലാസ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു പോർഷനിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുക. Now let's see Gandhi's views on untouchability in the novel. Gandhi's speech is framed not merely as a political declaration but as a deeply personal and religious confession. Gandhi recounts a childhood memory of a scavenger boy named Ukka, for whom he felt a profound compassion, and declares his wish to be reborn as an untouchable so that he might fully share their suffering. He urges that Harijans to abandon evil habits of drinking alcohol and eating meat. Gandhi's views on untouchability as both a call to conscience and a catalyst for social transformation. The necessity of uplifting the most marginalized. ഗാന്ധിജി ഒരിക്കലും തന്നെ പൊളിറ്റിക്സിന് വേണ്ടിയിട്ടല്ലായിരുന്നു അദ്ദേഹം പ്രസംഗങ്ങളൊന്നും നടത്തിയിരുന്നത്. മറിച്ച് അദ്ദേഹത്തിന് ഫീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പേഴ്സണലി അദ്ദേഹം എടുത്തിട്ടാണ് അതിനെ കുറിച്ചിട്ടൊക്കെയാണ് അദ്ദേഹം സ്പീച്ചസ് മെയിൻലി നടത്തിയിരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്രയും മൂല്യങ്ങളും വാല്യൂസ് ഒക്കെ ഉള്ളത് തന്നെ. അദ്ദേഹം കമ്പാഷനും അങ്ങനെ മനുഷ്യത്വം എപ്പോഴും കാണിക്കുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും. അപ്പോൾ അത് ഇവിടെയും നമുക്ക് അതിനെക്കുറിച്ച് തന്നെയാണ് പറയാനുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു മെമ്മറി, ചൈൽഡ്ഹുഡ് മെമ്മറിയാണ് ഒരു സ്കാവഞ്ചർ ബോയ് ഉക്കേനെ കുറിച്ചിട്ട്. അപ്പോൾ ആ ഒരു കാര്യം പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ഒരു അൺടച്ചബിൾ ആയിട്ട് ഒന്ന് റീബോൺ ചെയ്യാനായിട്ട് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്കിൽ മാത്രമേ താനൊരു അൺടച്ചബിൾ ആണെങ്കിൽ മാത്രമേ തനിക്ക് അവരുടെ സഫറിങ്സും കൂടിയും ഒന്നും കൂടി അവരുടെ ഒപ്പം ആ ഒരു വേദനകളൊക്കെ അനുഭവിക്കാനും അവരോട് കൂടെ ആകാനും ഒക്കെ സാധിക്കും എന്നാണ് അദ്ദേഹം വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ അദ്ദേഹം ഹരിജൻസിനെ ദൈവത്തിൻ്റെ മക്കളെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആ ഹരിജൻസിനോട് അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ ഒരിക്കലും തന്നെ ആൽക്കഹോൾ ഉപയോഗിക്കരുത്, മീറ്റ് കഴിക്കരുത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ അദ്ദേഹം ഇവരെ ഡിനൈ ചെയ്യാൻ, അവരോട് അതൊന്നും ചെയ്യരുത്, ഈവിളായിട്ടുള്ള ആറ്റിറ്റ്യൂഡ്സുകളൊന്നും തന്നെ ചെയ്യരുത് എന്ന് അദ്ദേഹം വിലക്കുന്നുണ്ട്. അതുപോലെ ഗാന്ധിജീസ് വ്യൂസ് ഓൺ അൺടച്ചബിലിറ്റി ആസ് ബോത്ത് എ കോൾ ടു കോൺഷ്യൻസ് ആൻഡ് എ കാറ്റലിസ്റ്റ് ഫോർ സോഷ്യൽ ട്രാൻസ്ഫോർമേഷനും അതുപോലെ തന്നെ എന്താ പറയുക കോൾ ടു കോൺഷ്യൻസ്, മനസ്സാക്ഷി വെച്ച് കഴിഞ്ഞാൽ മനസ്സുകൊണ്ട് തന്നെ നമ്മൾ അവരെ കമ്പാഷനെല്ലാം അങ്ങനത്തെ കുറേ വാല്യൂസ് നമ്മളിൽ ഉണ്ടായിരിക്കണം, അവരിലേക്ക് ഇറങ്ങി ചെന്ന് പ്രവർത്തിക്കണം എന്നൊക്കെയാണ് ഇദ്ദേഹം എപ്പോഴും എടുത്തു പറയുന്ന കാര്യങ്ങൾ. ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ മരണം വരെ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുള്ളത് മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരു കാര്യം കൂടി നമുക്ക് ഇവിടെ ഓർമ്മിക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് വരുന്ന 5ഉം 6ഉം യൂണിറ്റ് ബ്ലോക്ക് 2-ൽ അത് നമുക്കിനി എടുത്ത്
പഠിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതും അൺടച്ചബിളിനെ കുറിച്ചിട്ട് തന്നെയാണ് ചോദിക്കുന്നത്. ആകെ ഒരേ ഒരു ക്വസ്റ്റ്യനേ ഉണ്ടാവുള്ളൂ അൺടച്ചബിളിനെ കുറിച്ചിട്ട്. അപ്പോൾ ഒന്നെങ്കിൽ അത് ഓൾമോസ്റ്റ് നമുക്ക് ഗാന്ധിജിയെ ബേസ് ചെയ്തിട്ട് ഗാന്ധിജിയെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കാനാണ് സാധ്യത. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചാൽ മതി. എല്ലാം ഒന്ന് കവർ ചെയ്ത് ഒരൊറ്റ ക്വസ്റ്റ്യനായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഏത് ചോദിച്ചാലും നിങ്ങൾക്ക് അതിന് ആൻസർ ഇത് തന്നെ എഴുതിയാൽ മതി. ഓക്കെ, അങ്ങനെ നമ്മൾ ഈ ഒരു ബ്ലോക്ക് കൂടെ അവസാനിക്കുകയാണ്. ഓക്കെ, സോ ഹലോ, ഇത് എനിക്ക് വന്നൊരു മെയിലാണ്. ഗാഥയാണ് ഈ മെയിൽ എനിക്ക് അയച്ചിട്ടുള്ളത്. സോ താങ്ക് യു ഗാഥ ഫോർ സപ്പോർട്ടിങ് മീ ആൻഡ് സബ്സ്ക്രൈബിങ് മൈ ചാനൽ. സോ സോറി ടു സേ ദാറ്റ് MEG 10 എനിക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഇപ്പോൾ പറ്റില്ല. MEG 7 ഓൾറെഡി ഇപ്പോൾ ഞാൻ കമ്മിറ്റ് ചെയ്ത് തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വർക്ക്സ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു നോട്ട്സ് പ്രിപ്പറേഷനിലാണ്. അതിനിടയിൽ MEG 10 കൂടി ചെയ്യാൻ എനിക്ക് സമയം കിട്ടില്ല കേട്ടോ. അത് കാരണം കൊണ്ടാണ്. എങ്ങനെയൊക്കെ ഞാനത് ചെയ്യാൻ തുടങ്ങിയാലും നിങ്ങളുടെ എക്സാമിൻ്റെ സമയത്ത് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒന്നെങ്കിൽ MEG 7 അല്ലെങ്കിൽ MEG 10 ഏതെങ്കിലും ഒരു വർക്ക് എനിക്ക് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മീൻസ് ഈ ഒരു വർക്ക് മാത്രമല്ല, എനിക്ക് ബിസൈഡ് ഞാൻ വേറെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നതിനിടയിലാണ് ഈ ഒരു യൂട്യൂബിൻ്റെ പരിപാടി. ഓക്കെ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഗാഥ മാത്രമല്ല, വേറെയും പലരും എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്നും ഇവിടെ ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. ഇന്നിതിപ്പോൾ ഫ്രഷ് ആയിട്ട് എനിക്ക് കിട്ടിയ ഒരു മെയിലാണ്. ഐ എം വെരി ഹാപ്പി. ഒത്തിരി സന്തോഷം തോന്നി ഗാഥയുടെ മെസ്സേജ് കണ്ടതുകൊണ്ട്. അതുകൊണ്ടാണ് ആ ഒരു മെസ്സേജ് ഞാൻ ഇട്ടത് ഇതിലോട്ട്. അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണിത് കേട്ടോ. സോ താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ. നോട്ട് ഓൺലി ഗാഥ, ഫോർ ഓൾ ഗൈസ് ഹൂ സപ്പോർട്ട്സ് മീ. Thank you so much. So once again, thank you so much for watching the video, and we'll meet you with the next video. By then, take care and goodbye.